ഇതെന്താ പേരുകളാ? ഇതെന്താ ഇത്? ഞാൻ പറഞ്ഞത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനാ, വെജിറ്റബിൾ ഫുഡ് കഴിക്കാനല്ല. വലിയ ചതിയായിപ്പോയി സാറേ. മുരിങ്ങയ്ക്കും പച്ചയ്ക്ക് അടിക്കുന്നതാണ് ആർട്ട് ഓഫ് ഈറ്റിംഗ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ചിലപ്പോ ഇത് നന്നായിരിക്കും. മക്കളെ, ഹിമാലയ സാനുക്കളില് ബലഭൂയിഷ്ടമായ മണ്ണിൽ വളർന്ന സ്വാദിഷ്ടമായ പച്ചക്കറികൾ, സാക്ഷാൽ കൈലാസേശ്വരൻ തപസ്സു ചെയ്ത ദിവ്യഭൂവിനടുത്തുള്ള വാഴത്തോപ്പിലെ കദളി വാഴയിൽ നിന്ന് ചീന്തിയെടുത്ത ഇലക്കീറിൽ കഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ചിന്നസായി ആർട്ട് ഓഫ് ഈറ്റിംഗിന്റെ ആദ്യ പ്രത്യേകതയും അതാണ്. സ്വാമി, ഒരു സംശയം. ഹിമാലയ സാനുക്കളിൽ മുഴുവൻ മഞ്ഞല്ലേ, അവിടെ പച്ചക്കറികൾ വളരുവോ? കൈലാസേശ്വരൻ തപസ് ചെയ്ത ദിവ്യഭൂവിനടുത്ത് വാഴത്തോപ്പുണ്ടെന്നോ? അവന്റെ ഒരു കോപ്പിലെ സംശയം. പിന്നെ ദൂരീകരിച്ച് തന്നാലും മതി. ദൂരീകരിക്കാനല്ല, നിന്നെ ദൂരെ കോരിക്കും. മിണ്ടാതിട പുല്ലേ. ഭോജന പ്രക്രിയ ആരംഭിക്കാം. മകനെ, ആ ദിവ്യ സാമ്പാറും ഭക്ത അവിയലും ഇങ്ങോട്ട് എടുത്തുകൊള്ളുക. എടുക്കുക. ഭക്തർക്ക് നേരിട്ട് ഭക്ഷണം വിളമ്പുന്ന മഹാഗുരു, അതാണ് ഈ ചിന്നസ്വായി. ജയ് ജയ് ചിന്നസ്വാമി, ജയ് ജയ് ചിന്നസ്വാമി, ജയ് ജയ് ചിന്നസ്വാമി. സാധാ ഊണോ ചപ്പാത്തിയോ കിട്ടോ സ്വാമി? മൂടാ, വിഡിത്തം പറയാതിരിക്കൂ. ഇത് ശരിയാവില്ല സലീമേ, നമുക്ക് പോവാം. നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചാലോ? അവിടെ ഇനി പച്ചയ്ക്ക് കോഴിയെ കൊണ്ടുവന്ന് എന്നെ ഒന്നും പറയല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു സംശയമുണ്ട് സ്വാമി. എന്താ മകനെ? അല്ല, ആഹാരം കഴിക്കാതെ തിരിച്ചു പോകുമ്പോ നമ്മൾ തന്ന കാശ് തിരിച്ചു തരുമോ? തരില്ല മകനെ. ഒരു സ്പൂൺ ചോറും കുറച്ച് പച്ചക്കറിയും വിളമ്പി വെച്ചിട്ട് 250 രൂപ വേണമില്ലേ? തന്റെ തലമുടിയിൽ ഇരുത്തി വിടും വാ സ്വാമി. സലീമേ, വരുന്നു സാർ. അസന്മാർഗികൾ, പ്രകൃതി ജീവനത്തിന്റെ ഗുണം അവർക്കറിയില്ല. ആഹാരത്തിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ അല്പം മുരിങ്ങയില വിളമ്പു, ഇവിടെ അല്പം കുറുന്തൂട്ടിയ ചെറു വിളമ്പു, ഇവിടെ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ച വിളമ്പു. വേഗമായിക്കോട്ടെ. ഓം സാത്വിക സന്ധാനം. അവിടെ അല്പം നൃത്തം തിരിച്ച വിളമ്പു. സപ്തകുലേ ഏകകുലേ ത്രികുലേ ചിക്കൻ ചിക്കനേ ശാന്തി. ദൈവമേ, ചിക്കൻ തിന്നാതെ 1 മണിക്കൂർ പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്നായി. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല പൈൽസും വന്ന് ചാവത്തേ ഉള്ളൂ. സ്വാമി, സ്വാമി, ഒരു സംശയം. ആഹാരത്തിലൂടെ ആനന്ദം എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ പിന്നെ ഈ ആഹാരം എന്താ നമ്മുടെ ശരീരത്തിൽ പിടിക്കാത്തത്? ഇനി അതുകൊണ്ടായിരിക്കുമോ നമുക്ക് ആനന്ദം ഇല്ലാതായത്? ഈ ശരീരത്തിൽ പിടിക്കുന്ന ആഹാരമോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ആനന്ദം കിട്ടാതെ പണ്ടാടി പോണം. ഹിമാലയ ശൃംഗാനേഹ കൊടും താപഫലശീഘ്രം വിലവർദ്ധന പ്രതീക്ഷായ അയോഹ നമാമ്യഹം എന്ന് വെച്ചാൽ, ഹിമാലയ സാനുക്കളിലെ കൊടും താപം മൂലം പച്ചക്കറി ഉൽപാദനം നന്നേ കുറഞ്ഞു. ആയതുകൊണ്ട് ആഹാര സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ നാം നിർബന്ധിതനായിരിക്കുകയാണ്. സ്വാമി, സംശയം അല്ലേ? അതെ സ്വാമി. വേണ്ട. അല്ല, ഹിമാലയ സാനുക്കളുടെ വരൾച്ച വേണ്ട. എന്നാലും സ്വാമി എന്തൊരു ദിവ്യനാണ്. സ്വാമി എന്ന് വിളിച്ചപ്പോ തന്നെ സംശയം ചോദിച്ചാലാണെന്ന് സ്വാമിക്ക് മനസ്സിലായി. ഭക്തർക്ക് ക്ഷീരപ്രസാദം നൽകുവാനുള്ള ടൈമായി. സ്വാമി, മുദ്ര സ്വാമി. രജനീകാന്ത് സ്വാമിയുടെ ബാബ കണ്ടില്ലേ? വിധി ബാബ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആകുവേ. ഓം ക്ഷീരസാഗര ശയന ശക്തി സ്വരൂപ നയതന്ത പ്രതിനിധി. ഓം ക്ഷീരസഹകരണ സംഘായ നമഃ.
Om Jai Chinnasan, 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 Jai Chinnasan, Om 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 Jai Chinnasan, ക്ഷീരം Jai Chinnasan, Om Jai Chinnasan, Om Jai ക്ഷീരം Chinnasan, Om Jai Chinnasan, Om Jai Chinnasan, Om Jai ക്ഷീരം 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 ക്ഷീരം. ഞാനൊരു കൊടും പാപിയായിപ്പോയി സ്വാമി. അതുകൊണ്ടായിരിക്കും എനിക്കൊരു അല്പം പോലും ക്ഷീരപ്രസാദം തരാത്തത്. പൊറുക്കണ സ്വാമി. കത്തി കത്തി പുറത്തിരിക്കുന്നു. ക്ഷീരം ക്ഷീരം അർജന്റ് ക്ഷീരം. അയ്യോ, ചൂട് പാല് ട്യൂബിലൂടെ ഒഴിച്ചാൽ സ്വാമിയുടെ ശരീരം പൊള്ളുമോന്ന് പരീക്ഷിക്കാതെ നാം എങ്ങനെയാകും ഒഴിക്കുക? ചൂടെങ്കിൽ ചൂട് അങ്ങോട്ട് ഒഴിക്കുക തന്നെ. നിന്റെ കൊടും പാപങ്ങളെല്ലാം ഇതോടെ കൈ കളഞ്ഞിരിക്കുന്നു. നിന്റെ പണ്ടാര പാപങ്ങളുടെ ചൂടാണിത്. വേഗം ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി അല്പം ബെർണോൾഡ് വാങ്ങി കൊടുക്കുന്നു. സ്വാമി എന്താ ഇത്? ചൂട് പാലാണ് ഒഴിച്ചോണ്ടിരിക്കുന്നത്. പിന്നല്ലാതെ ക്ഷീരം ക്ഷീരം എന്ന് പറഞ്ഞ് വെള്ളം വെച്ചാ ഇത് ശീതീകരിക്കാനുള്ള സമയം എനിക്ക് തരണ്ടേ? അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താ പോരെ? പറ്റുള്ളൂ. ഇനിയിപ്പോ അവിടെ കിടന്നും വെള്ളം വന്നേ വെള്ളം വന്നേ എന്ന് വിളിച്ചു പോവും. എനിക്ക് എന്റെ സ്വഭാവം മാറും. സ്വാഹ സ്വാഹ. കണ്ടില്ലേ കർമ്മഫലം. ശുദ്ധമായ പാൽ ലഭിക്കാൻ പോലും മകനർഹതയില്ല. പരിതാപകരം. ഞാൻ ഇനി എന്ത് ചെയ്യണം സ്വാമി? 12 ദിവസം മുടങ്ങാതെ രാവിലെ പല്ല് തേച്ച് മോറ് കഴുകി ഇവിടെ വന്ന് ഉച്ചഭക്ഷണം കഴിക്കുക. എല്ലാ പാപങ്ങൾക്കും പരിഹാരമാകും. ശരി സ്വാമി. സ്വാമി. ഈ ദിവ്യ ഭക്ഷണം കഴിക്കാനില്ലാണോ നമുക്ക് ആനന്ദം ലഭിക്കാത്തത്? ആരോടാ ഈ സംശയം ചോദിക്കുക? സ്വാമിക്കിപ്പോ നമ്മുടെ മുഖം കാണുന്നത് തന്നെ ചതുർത്ഥിയാ. കഴിച്ചു നോക്കാം, ചിലപ്പോ ആനന്ദം ലഭിച്ചേക്കും. അവിടെ വെക്ക ആ സ്ത്രീകരം. നിനക്കെന്താ കുക്കുരം ഇരിക്കുന്നത് കാര്യം? മഹാഗുരുവിന് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് നിനക്കറിയില്ലേ? നോമും ഒരു മഹാഗുരു ആയി എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. മൂലക്കുരുവായിരിക്കും. നിനക്കും ഈ കുക്കുരം ആഹരിക്കണം അല്ലേ? അതെ സ്വാമി. എന്നാൽ കേട്ടോ, ഈ കുക്കുരത്തെ നീ എന്തു ചെയ്യുന്നുവോ അത് തന്നെ നിന്നെ നാമും ചെയ്യും. നോം കോഴിയെ ഭക്ഷിച്ചാൽ നിന്നെ ഞാൻ ഭക്ഷിക്കും. എന്നാ പിന്നെ കാല് മാത്രം ഭക്ഷിച്ചാൽ? നിന്റെ കാല് മാത്രം നാം ഭക്ഷിക്കും. അയ്യോ, അപ്പൊ ഞാൻ കൈ മാത്രം ഭക്ഷിച്ചാലോ? നിന്റെ 2 കൈയും നാം ഭക്ഷിക്കും. അപ്പൊ ഈ കോഴിയെ നോം എന്ത് ചെയ്യുന്നു അത് തന്നെ സ്വാമി നമ്മയും ചെയ്യുമെന്നോ? അതെ, നീ കോഴിയെ എന്ത് ചെയ്യുന്നുവോ അതുപോലെ തന്നെ നിന്റെ ദേഹത്ത് നാമും ചെയ്യും. അയ്യോ, അതിപ്പോ എങ്ങനെ ഇപ്പൊ? വാക്ക് പാലിക്കു സ്വാമി, നമ്മയും ചെയ്യൂ. ഓഹോ, അങ്ങനെയോ? അത്രയ്ക്കായില്ലേ? ശരി, പണി തരാം. അവനൊരു സംശയം. ഓഹോ, ഇതാട്ടോ വീറ്റിംഗ് അല്ലല്ലോ, അപ്പൊ ചീറ്റിംഗ് ആണല്ലേ? അതെ സാർ, തൂക്കിയെടുത്ത് അകത്തിട്. ഭക്തരെ, ഇനി മുതൽ നാമാണ് യഥാർത്ഥ സന്യാസി. അനുഗ്രഹം വേണ്ടവർ നമ്മെ കണ്ടു വാങ്ങിക്കോളൂ. നീ കൂടി ചേർന്നിട്ടല്ലടാ എല്ലാരും പറ്റിച്ചത്. നമ്മുടെ സ്റ്റേഷനിലേക്ക്. അയ്യോ, കാര്യം ഞങ്ങൾ ഏറ്റു സാറേ. അങ്ങനെ തന്നെ വേണം. ഒറ്റുകാർക്കുള്ള ശിക്ഷ ഇത് തന്നെ. കൊടുക്ക് കൊടുക്ക്, നല്ലോണം കൊടുക്ക്. നീ കൈയോട് പാലത്തിലടാ.